വണ്ടി വന്നാ വണ്ടി രാജാവല്ലേ ആള് കേട്ടോ. എന്താ സുഖം ഓടിക്കാനൊക്കെ? കുഴപ്പമില്ലല്ലോടാ. നല്ല സ്ട്രോങ്. എവിടെ വണ്ടി വേണ്ട വണ്ടിയാണെങ്കിൽ പൈസ കൊടുത്തത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇതുവരെ ഓടിച്ചിട്ട് ഇതിന് ഇറങ്ങാൻ തോന്നുന്നില്ല. എന്തൊരു സുഖം ഓടിക്കാൻ. നമ്മളെ വലിയ ബസ് ഓടിച്ച പോലെ ഇരിക്കണം. ഒള്ളുവോ വലിയ പണിയൊന്നും ഇല്ലല്ലേ? നല്ല കണ്ടീഷൻ ആളിയാ. എന്റെ അളിയ ഒരു കാര്യം ചെയ്യ്. ഇതിനെ കണ്ടീഷൻ അറിയണമെങ്കിൽ എല്ലാവരും കയറി നമുക്ക് ഒരു റൗണ്ട് കറങ്ങിട്ട് വരാം. കൊടുക്കണേന് അൻസാർ മറ്റേ കച്ചവട പാർട്ടി വിളിക്കാൻ പോയിക്കാണ്. ഓ പെട്ടെന്ന് അവർ വരാൻ ഒരു കുറച്ച് സമയം എടുക്കും. വണ്ടി കണ്ടിട്ട് എനിക്ക് വിൽക്കാൻ തോന്നുന്നില്ല. വിൽക്കണ്ടേട്ടാ, നല്ല വണ്ടിയാ. നമുക്ക് ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഈ വണ്ടിക്ക് പോവാലോ. ചേട്ടാ നല്ല വണ്ടി. തമാശ പറയണം. ഇതൊരു ആളുമായിട്ട് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കണതാണ്. അവരിപ്പോ വരും കാശുമായിട്ട്. എന്ത് വാക്കാളിയാ? നമ്മൾ ടോക്കൺ അഡ്വാൻസ് ഒന്നും മേടിച്ചിട്ടില്ല. നമ്മൾ വണ്ടി അടിച്ച് നമുക്കിപ്പോ കൊടുക്കണമെന്ന് തോന്നി നമ്മൾ കൊടുക്കുന്നത്. ചുമ്മാടി മണ്ണും മുണ്ണാക്കും അറിഞ്ഞൂടാന്ന് വർത്താനം പറയണം. അളിയ വണ്ടി കച്ചവടം എന്ന് പറയുന്നത് നെറിയുള്ള കച്ചവടമാണ്. അല്ലെങ്കിൽ തോന്നിയ ദിവസം ഒന്നും കാണിക്കാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പൈസ കൊടുത്തിട്ട് വണ്ടി മേടിച്ചു. ആ വണ്ടി നമ്മൾ കൊടുക്കണം തീരുമാനിക്കും. നമ്മളെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞാൽ നീ എന്താണ് പറയണത്? ഞാൻ നിന്റെ 25,000 രൂപ കടം മേടിച്ചിട്ട് അതിലൊരു വണ്ടി എടുത്ത്, അത്രേ ഉള്ളൂ. അമ്മ എന്താ പറയുന്നത്? അല്ല, ഈ 25,000 രൂപ ഞാൻ എണ്ണി കൊടുത്തു, അതിനൊരു വണ്ടി വാങ്ങി, അത് എന്റെ പേരില്. ഇനി ഞാനത് കൊടുക്കണ്ട തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ 25,000 രൂപയാണല്ലോ നിന്റെ പ്രശ്നം. തങ്കം മറ്റേ 20,000 രൂപ എടുത്തോണ്ടോ? എടി തൊഴിലുറപ്പിൽ നിന്ന് കിട്ടിയില്ലേ ആ 20,000 രൂപ ലോണ്? പോയി അതെടുത്തോണ്ട് വരാൻ. അതപ്പൊ തന്നെ ഞാൻ കൊടുത്തില്ലേ? കൊടുത്താ? നിന്റെ കയ്യിലൊക്കെ പൈസ വന്നാൽ സൂക്ഷിച്ചു വെക്കാൻ. അപ്പൊ എടുത്ത് ചെലവാക്കി മേടിച്ച കടം കൊടുത്തു തീർത്തതാ ഞാൻ, അല്ലാതെ എന്റെ ഇത് കളിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ തമാശ കളിയൊന്നല്ല ഇത്. വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരാളെടുത്ത് വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് ചീത്ത. ഞാനേ കുറെ വർഷമായിട്ട് വണ്ടി കച്ചവടം ചെയ്യുന്ന ആളാണ്. ബാക്കി എല്ലാം നല്ല പേരും കൂടെ ഉണ്ടാക്കി വെച്ചേക്കും. തങ്കം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതാ നീ കേട്ടോ. എടാ ഒരു പ്രശ്നമുണ്ട്. വണ്ടി അവന്റെ പേരിലല്ലേ, അവൻ കൊടുക്കില്ലേ പറഞ്ഞ എന്താ ചെയ്യാ? ഇപ്പം അതാണ് ഒരു പ്രശ്നമെങ്കിൽ പിന്നെ ഞാൻ പരിഹാരം പറഞ്ഞുതരാം. അപ്പൊ വണ്ടി നിനക്ക് വേണം, അതാണല്ലോ പ്രശ്നം. നീ ഒരു 25,000 രൂപ കൂടെ ഇങ്ങനെ തന്ന വണ്ടി നീ എടുത്തോ. 25,000 രൂപ തന്നിട്ടാണല്ലോ വണ്ടി മേടിച്ചത്. പിന്നെ 25,000 രൂപ. ആ 25,000 വണ്ടി നമ്മൾ തമ്മിൽ ഞാൻ നിന്റെ കടം മേടിച്ചത്. അല്ല, വണ്ടിയുടെ വില 25,000 രൂപ തന്നു. ഞാൻ കടമായിട്ട് മേടിച്ച് 25,000 രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി എടുത്തോണ്ട് വന്നു. അപ്പൊ ഇനി അത് ഞാൻ മറിച്ച് വിൽക്കാൻ കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പൊ അതിന് 25,000 രൂപ എന്റെ ലാഭം വേണം. 50,000 രൂപയ്ക്ക് അൻസാർ വിൽക്കാന്ന് പറഞ്ഞ വണ്ടിയല്ലേ? അവൻ പറഞ്ഞാലും ഞാൻ ഉണ്ട്. അതെ, എന്തിനായത്? പിന്നെ ഞാനല്ലാതെ ഒരു കാര്യം നീ വിറ്റോ. അല്ല നീ വിറ്റോടാ. എന്റെ പേരിരിക്കുന്ന സാധനം നീ വിറ്റോ. അത് പറ്റില്ലല്ലോ. നീ അല്ലെ വേണ്ട, നമുക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യാന്നാ, ഇപ്പം പറഞ്ഞ 50,000 കൊടുക്കണമെങ്കിൽ നമ്മുടെ വണ്ടിയല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഒരു 32,000 റുപ്യ കൊടുത്തിട്ട് ആ വണ്ടി ഇയാൾ എടുത്തു. അല്ല, ഇത് എവിടുത്തിനായോടെ? 25,000 രൂപ കൊടുത്ത് ഞാൻ എന്റെ പേരിൽ മേടിച്ച വണ്ടി, അതിനൊരു 7,000 രൂപ അത് കൊടുക്കേണ്ട കാര്യം എന്താണ്? ഓ ആ കച്ചവടം ഒന്ന് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. കനക, ഞാൻ ഒരു കാര്യം പറയാം. 25,000 രൂപ കൊടുത്താലും ഈ വണ്ടി മുറ്റത്ത് കിടക്കും. എന്തിനാ എനിക്ക് മനസ്സിലാവാത്തത്? എന്തിനെന്ന് പറഞ്ഞാൽ കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ, ഞാൻ കഷ്ടപ്പെട്ട എന്റെ അധ്വാനത്തിന് ഒരു വിലയില്ലേ? 25,000 രൂപ. ഇത് കൊള്ളാരുടെ മുടക്കമേക്കാൾ ഇരട്ടിയോ ലാഭോ? നീ അതൊന്നും പറയണ്ട. വണ്ടി കച്ചവടം അങ്ങനെയാണ്, കിട്ടുമ്പോ കിട്ടും, ഇല്ലാത്തപ്പോ ഇല്ല. അത് വീട്ടിൽ തന്നെ ലാഭം ഉണ്ടാകണോ? ഇതിപ്പോ നിനക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. 25,000 രൂപ കടമായിട്ട് മേടിച്ചാണ്. നീ കളിക്കരുത്, ഇത് ചതിയാണ്. നീയാണോ? എന്ത് ചതി? അളിയാ ക്ലീറ്റസാ, അളിയാ വന്നാ പാർട്ടി വന്നാ. ഇല്ല അളിയാ, അളിയ എത്ര പെട്ടെന്ന് ഈ വണ്ടി ഇവിടുന്ന് മാറ്റണം അളിയാ. അളിയ പ്രശ്നമുണ്ടെന്ന്. എന്ത് പ്രശ്നം? അളിയ ഇപ്പൊ പോലീസ് വരും. അളിയ ദാണ്ട നോക്കുക, ഈ വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്നിരിക്കുന്നുണ്ടോ? വായിച്ചു നോക്കാം അങ്ങോട്ട്. ഈ വാഹനം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പാലോട് ഇളവട്ടം LP സ്കൂളിന് സമീപത്തു നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ വാഹനമാണ്. ഈ വാഹനം എവിടെ കണ്ടാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 51. നിന്റെ പേരിലുള്ള നിന്റെ വണ്ടി എവിടെ വെച്ചാൽ എടുത്ത് മാറ്റിക്കോ. അതെന്താ ക്ലീറ്റസ് നീ പറയണത്? അനാവശ്യം പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? വെറുതെ 25,000 ഒരു പോലീസ് പിടിക്കുന്ന വണ്ടി. നീ ബഹളം വെക്കല്ലേ. ഈ വണ്ടി നിന്റെ പേരിലാണോ? അതെ, അങ്ങനത്തെ വണ്ടിയാണോ നീ മരുവിന്റെ പേരിൽ മേടിച്ചു കൊടുക്കുക? ഇതേ എന്റെ പേരിൽ വാങ്ങാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല. അപ്പൊ ആരെ പേരിലാണോ ആ ആളാണ് വണ്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്തം. എനിക്ക് വേണ്ട, എനിക്ക് എന്റെ 25,000 രൂപ കിട്ടണം. എന്നിട്ട് ഈ വണ്ടി ഇവിടെ കത്തിച്ചോളാം. എന്താ
വണ്ടി എടുത്തിട്ട് ഓടാനത്. എനിക്ക് സൗകര്യമില്ല. നിന്റെ വണ്ടി നിന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കണം. നീ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്താണോ? എടാ നീ അങ്ങനെ പറയലടാ. പോലീസ് നിരീക്ഷണത്തിലെ കള്ളത്തരത്തിലുള്ള എവിടെയോ കിടന്ന വണ്ടി നീ ഇവന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ? ഇത്ര വലിയ ചതി ചെയ്യാൻ പാടുള്ളൂ. ആ അപ്പൊ ഞാൻ ചെയ്തതാണ് ചതിയല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്ത ചതിയല്ലേ അമ്മാവ? ഞാൻ എന്ത് ചെയ്ത്? നിസ്സാരം 7000 രൂപ കമ്മീഷന് വേണ്ടിയിട്ട് സ്വന്തം ചോരയെ ചതിച്ചില്ലേ അമ്മാവ? നിങ്ങളൊരു അമ്മാവനാണ് അമ്മാവ. എന്നാ പിടിക്ക് വണ്ടിയുടെ താക്കോലി. എന്താന്ന് വെച്ചാ